ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് രാജ്യചരിത്രത്തിലെ ഒരു സുപ്രധാന ദിവസമായി പിന്നീട് ഒരുപക്ഷെ എണ്ണപ്പെട്ടേക്കാം. NCERT ചരിത്ര പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തിയ കാര്യവും ഇനി വരുത്താനിരിക്കുന്ന മാറ്റങ്ങളും RSS നേതാവിലൂടെ ജനമറിയുക എന്ന വിചിത്രമായ ഒരു സംഭവ വികാസത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചു. ഏതൊക്കെ പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെ മാറ്റമാണ് വരാനിരിക്കുന്നത്, എത്ര പുസ്തകങ്ങൾ പരിഷ്കരിച്ചു, ഇനിയും എത്രയെണ്ണം പരിഷ്കരിക്കാനുണ്ട് എന്നെല്ലാം RSSന്റെ അഖിൽ ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കറാണ് വിശദീകരിച്ചത്. വിശദമായി നോക്കാം ആദ്യം RDX ആപ്പിലേക്ക്. ഇതുവരെ തിരുത്തിയ ചരിത്ര പാഠപുസ്തകങ്ങൾ ഏതെല്ലാമെന്ന് പറയുക മാത്രമല്ല RSS നേതാവ് ചെയ്തത്. അടുത്ത വർഷം കൂടുതൽ പരിഷ്കരണങ്ങൾ വരാനിരിക്കുന്നത് ഏതൊക്കെ പാഠപുസ്തകങ്ങളിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നാഗ്പൂരിൽ നടന്ന ഓറഞ്ച് സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ സംവാദത്തിലാണ് RSS നേതാവ് സുനിൽ അംബേദ്കർ NCERT സിലബസ് തിരുത്തലുകൾ എണ്ണി പറഞ്ഞത്. അക്ബറിന്റെയും ടിപ്പു സുൽത്താന്റെയും പേരുകൾക്ക് മുന്നിൽ മഹാനായ എന്ന വിശേഷണം ഇനി ചേർക്കില്ല എന്നും അതിന്റെ കാരണവും സുനിൽ അംബേദ്കർ വിശദീകരിച്ചു. പുസ്തകങ്ങളിൽ നിന്ന് ആരെയും മാറ്റിയിട്ടില്ല, പകരം അവർ ചെയ്ത ക്രൂരതകൾ ചേർത്തു. യുവതലമുറ ഇവരുടെ ചെയ്തികളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഇതോടെ വിവാദത്തിന് ഇരുവശവും BJP പ്രതിപക്ഷ നേതാക്കൾ നിരന്നു. ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത നേതാക്കളെ മഹത്വവൽക്കരിക്കുന്നത് നിർത്തിയത് നന്നായെന്ന് BJPയും സംഘപരിവാർ സംഘടനകളും. ഇടുങ്ങിയ ചിന്തയുടെ ഭാഗമായാണ് ചരിത്ര പാഠങ്ങൾ പരിഷ്കരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ നേതാക്കളുടെ വിമർശനം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഭരണാധികാരികളെ വില്ലന്മാരായി ചിത്രീകരിക്കുകയാണ് BJP എന്നും ചരിത്രം തിരുത്തലിനെ കോൺഗ്രസ് വിമർശിക്കുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ചരിത്രം വെട്ടുന്നത് ഇങ്ങനെയാണ്. നീക്കിയത് അക്ബറുടെയും ടിപ്പു സുൽത്താന്റെയും പേരിനൊപ്പം ഉപയോഗിക്കാനുള്ള ദി ഗ്രേറ്റ് എന്ന വിശേഷണമാണ് എന്ന് RSS നേതാവ് പറഞ്ഞു. ഇതേവരെ 11 പാഠപുസ്തകം പരിഷ്കരിച്ചു എന്ന് RSS അഖിൽ ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ അവിടെ പറഞ്ഞു. 9, 10, 12 ക്ലാസ്സുകളിൽ അടുത്ത വർഷം പരിഷ്കരിച്ച പുസ്തകങ്ങൾ കൊണ്ടുവരുമെന്നും RSS നേതാവ് അവിടെ പ്രഖ്യാപിച്ചു. വളരെ നല്ല കാര്യമാണ് ചെയ്തത്, ഇനിയും ഇത്തരം പരിഷ്കരണങ്ങൾ ഉണ്ടാകുമെന്ന് സുനിൽ അംബേദ്കർ പറയുന്നു. പരിഷ്കരണം നിഷ്കർഷിച്ച മാനദണ്ഡം പാലിക്കാതെ എന്ന് കോൺഗ്രസ് MP ദിഗ്വിജയ് സിംഗ് വിമർശനമുയർത്തിയിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം സാമുദായിക ചേരിതിരിവും സ്പർദ്ധയും ഉണ്ടാക്കാൻ ഈ നടപടി കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാഠപുസ്തകങ്ങൾ തിരുത്തുന്ന നടപടി അർത്ഥശൂന്യമാണ് എന്ന് കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് വിമർശിച്ചിട്ടുണ്ട്. മുഗൾ രാജവംശം 700 കൊല്ലം രാജ്യം ഭരിച്ചു, ഒരു പേര് നീക്കിയാൽ ആ ചരിത്രം ഇല്ലാതാകുമോ എന്ന വളരെ പ്രസക്തമായ ചോദ്യം അദ്ദേഹം ചോദിച്ചു. NCERT കൊണ്ടുവന്ന പാഠപുസ്തകത്തിലെ തിരുത്തുകളെ പിന്തുണച്ചാണ് ഹിമന്ത ബിശ്വ ശർമ്മ, അവരുടെ BJPയുടെ നേതാവ്, വന്നത്. പുസ്തകത്തിൽ നിന്ന് വെട്ടേണ്ടവർ മാത്രമല്ല അക്ബറും ടിപ്പുവും മർദ്ദിച്ച് കടലിലെറിയേണ്ടവർ കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മഹാറാണ പ്രതാപിൻ്റെ പേരിനൊപ്പം മഹാനായ എന്നാരും ചേർത്തിട്ടില്ല എന്ന് VHP നേതാവ് വിനോദ് ബൻസാൽ ഇതിന് തൊട്ട് പിന്നാലെ വന്ന് പറഞ്ഞു. മുഗൾ ഭരണാധികാരികളെ മഹത്വവൽക്കരിക്കുന്നത് തിരുത്തിയതിന് NCERTക്ക് നന്ദിയെന്നും ബൻസാൽ പറഞ്ഞതായിട്ട് കാണുന്നു. ഇതിപ്പോൾ പുതിയതായിട്ടൊരു വാർത്തയല്ല. ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ചില പ്രസ്താവനകൾ കൂടെ കാണാം. അക്ബർ സാമുദായിക ഐക്യം ലക്ഷ്യമിട്ട മഹാനായ ഭരണാധികാരിയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. ഹിന്ദുമതത്തെയും സ്വീകരിച്ച ഹിന്ദുക്കളുടെ മോചനത്തിനായും പ്രവർത്തിച്ച രാജാവായിരുന്നു അക്ബർ. പാഠപുസ്തകങ്ങൾ തിരുത്തി ചരിത്രത്തിൽ നിന്ന് ചുരുക്കാനാകുന്നവരല്ല അക്ബറും ടിപ്പു സുൽത്താനും എന്നും K മുരളീധരൻ ഇതോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. Akbar was the king of communal harmony. He accepted Hindu religion also. He gave freedom to Hindus. And Tipu Sultan, he fought against English people, and only that reason he was killed. So they are great administrators. ടിപ്പു സുൽത്താനെ എന്തുകൊണ്ട് മഹാനായി കണക്കാക്കുന്നുവെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് BJP നേതാവ് V മുരളീധരൻ പ്രതികരിച്ചത്. ക്ഷേത്രങ്ങൾ തകർക്കുകയും ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത ടിപ്പുവിനെ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് ആർക്കും മഹാനായി കണക്കാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. NCERT പാഠ്യപദ്ധതിയിൽ നിന്ന് ടിപ്പുവിൻ്റെ അധ്യായം നീക്കം ചെയ്യുന്നത് നല്ല കാര്യമാണെന്നും V മുരളീധരൻ പ്രതികരിച്ചു. I don't understand why and how Tipu Sultan becomes great. Can even think of Tipu Sultan with his abbreviation as great, because he plundered temples, massacred people, non-believers in the Islam. He was mainly responsible for the loot and plunder of the entire Malabar region. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയതായിട്ട് ഉള്ള ഒരു കാര്യം, ഈ RSSന്റെയും BJPയുടെ നിലപാട് ഇക്കാര്യത്തിൽ വലിയ സംഭവം നേരത്തെ തന്നെ അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്ത് NCERTയുടെ പാഠ്യപരിഷ്കരണം നടത്തുന്നത് RSS നേതാവാണ് പ്രഖ്യാപിക്കുന്നത് എന്ന ഒരു കൗതുകം പുതിയതായിട്ട് എനിക്ക് തോന്നി. BJPയും കേന്ദ്ര സർക്കാരും ഇക്കാര്യങ്ങൾ RSSനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നത് വെളിവാകുന്നതായിട്ട് എനിക്ക് തോന്നി. അത് സ്വാഭാവികമായും അതിനകത്ത് RSSന്റെ പദ്ധതി തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായും നടപ്പാവുക. ഇതിനകത്തൊരു പ്രശ്നമുള്ളത് അക്ബർ ദ ഗ്രേറ്റ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്
ഏതാണ്ട് ഈ 1917 മറ്റോ ആണ് ആദ്യമായി അങ്ങനെ രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഒരു വിശേഷണം വരുന്നത്. അപ്പോൾ ചരിത്രകാരന്മാർ അങ്ങനെ രേഖപ്പെടുത്തുക, ഏത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ഇത് രേഖപ്പെടുത്തുന്നത്? അങ്ങനെ രേഖപ്പെടുത്തുന്നതിനൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ദീർഘകാലം ഈ മുഗൾ ഭരണകാലത്ത് തന്നെ ഏറ്റവും ഈ കമ്മ്യൂണൽ ഹാർമണി, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ കെ മുരളീധരൻ, അത്തരത്തിൽ മതങ്ങൾ തമ്മിലുള്ള ഐക്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമം അദ്ദേഹം നടത്തി. സനീഷേ, നമുക്കറിയാലോ ഈ ശുദ്ധ ഇസ്ലാം എന്ന മട്ടിൽ ഭരണം നടത്തിയ ആളല്ല അദ്ദേഹം. സത്യത്തിൽ ഇസ്ലാമിന് പുറത്താണ് അക്ബറിൻ്റെ ഇടപാടുകൾ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. കാരണം എന്താണ്, അദ്ദേഹം പുതിയൊരു മതം തന്നെ രൂപീകരിച്ചു, ദിന്നിലാഹി രൂപീകരിച്ചു. അദ്ദേഹത്തെ ആ നിലയ്ക്കൊരു ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതുമാത്രം നടപ്പാക്കാൻ ശ്രമിച്ച ഒരാളായിട്ടല്ല കാണേണ്ടത്. അതിനപ്പുറത്ത് ഇന്ത്യയുടെ പ്രത്യേകതയെ തിരിച്ചറിഞ്ഞ് ഒരു റൂളർ എന്ന നിലയ്ക്ക് എങ്ങനെ ഈ ബഹുസ്വര സമൂഹത്തിൽ പണിയെടുക്കണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരാൾ മാത്രമല്ല അതിൽ വിജയിക്കുന്നു, ആ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ വലുതാക്കുന്നു. ഇതെല്ലാം ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ഈ സഹിഷ്ണുതാ മനോഭാവവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നത്. രാജരാജ ചോളനെ ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഈ അന്ന് നാവിക യുദ്ധങ്ങളൊക്കെ നടത്തിയ ഒരാളും ഈ വലിയ ക്ഷേത്രങ്ങളൊക്കെ പണിത, തഞ്ചാവൂരൊക്കെ പണിത രാജരാജ ചോളനെ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അശോക ദ ഗ്രേറ്റ് എന്ന് പറയുന്നത് ബുദ്ധമതത്തിന് വലിയ വ്യാപനം ഉണ്ടാക്കി കൊടുത്ത ഒരു രാജാവ് എന്നുള്ള നിലയ്ക്കും ഇതിനെയെല്ലാം എന്താണ് ഈ സുഖങ്ങളെ ഉപേക്ഷിച്ച ഒരു രാജാവ് എന്ന നിലയ്ക്കും ബുദ്ധശാസനങ്ങൾ ലോകം മുഴുവൻ എത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹത്തെ ആ നിലയ്ക്ക് കാണുന്നു. അതുകൊണ്ട് ദ ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതല്ലാതെ RSS പറയുന്നത് പോലെ എല്ലാവരും ഇപ്പം നാളെ സവർക്കർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവരാഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ആ നിലയ്ക്കായിരിക്കും തീർച്ചയായും സ്വാഭാവികമായും എപ്പോഴും വിജയിയുടേതായിരിക്കും ചരിത്രത്തിലെ ഒരു പ്രധാന പങ്ക്. അല്ലെങ്കിൽ വിജയി ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കും ചരിത്രം ഒരു പരിധിവരെ അടയാളപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് ഇവിടെ വിജയിച്ച് നിൽക്കുന്ന ഒരു സംവിധാനം, രാഷ്ട്രീയ സംവിധാനം എന്ന നിലയ്ക്കും പ്രത്യയശാസ്ത്ര സംവിധാനം എന്ന നിലയ്ക്കും RSS ആഗ്രഹിക്കുന്ന മട്ടിൽ ചില തിരുത്തി എഴുത്തലുകളൊക്കെ നടത്തും. പക്ഷേ ഈ കാലം വേറെയാണ്. കാരണം എന്താണ്, ഇവിടെ ടെക്നോളജിയുണ്ട്. ഈ വാർത്തകൾ എങ്ങനെയാണ് എന്താണ് ആളുകളിൽ ഈ വസ്തുത ഏതെല്ലാം തരത്തിലെത്തും എന്നുള്ളതിന് വേറെ ധാരാളം സാധ്യതകളും തെളിവുകളും ഇപ്പം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചരിത്രമായി തന്നെ നിലനിൽക്കും എന്നുള്ളത് ഒരു കാര്യം. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്. അതായത് ഇല്ലാത്ത ഒന്നിനെ പറഞ്ഞ് പുകിലുണ്ടാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഈ RSS നേതാവും ബാക്കിയുള്ളവർ ഇപ്പോൾ വി മുരളീധരൻ അടക്കമുള്ള BJP നേതാക്കളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, NCERTയുടെ പുസ്തകത്തിൽ എവിടെയും ടിപ്പുവിനെ ദ ഗ്രേറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുമ്പും ഇല്ലെന്ന്. പിന്നെ മാറ്റിയെന്ന് പറയുന്നതിനാണ്, മാറ്റിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്മേലൊരു ചർച്ചയുണ്ടാവും. മാറ്റിയെന്ന് പറയുന്നതിന്മേലുള്ള ചർച്ചയിൽ വെറുതെ ടിപ്പുവിനെ ആക്ഷേപിക്കാനും അത് മറുത്ത് മാറ്റിയത് നന്നായി എന്ന് വി മുരളീധരനെ പോലുള്ള നേതാക്കൾക്ക് പറയാനുമുള്ള അവസരം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന്, പൈനിയർ ഓഫ് റോക്കറ്റ് ആർട്ടിലറി എന്നാണ്. അത്തരത്തിൽ ഈ എന്താണ് ഈ വെടിമരുന്ന് വെച്ച് യുദ്ധം ചെയ്ത, അതല്ലെങ്കിൽ ഇത്തരത്തിൽ റോക്കറ്റ് അയച്ച ആദ്യത്തെ യുദ്ധവീരൻ എന്ന നിലയ്ക്കാണ് പരിഗണിക്കുന്നത്. പിന്നെ RSSന് പക്ഷേ ടിപ്പുവിനോട് ഒരു താല്പര്യക്കുറവുണ്ട്. കാരണം എന്താണ്, അദ്ദേഹത്തെ ഫ്രീഡം ഫൈറ്റർ എന്നാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ തന്നെയാണ് ആ പാഠഭാഗം. ഫ്രീഡം ഫൈറ്ററെ കുറിച്ച് അങ്ങനെ കൂടുതൽ പഠിക്കേണ്ടതില്ല. കാരണം എന്താണ്, അല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പടപൊരുതി ജീവൻ വെടിഞ്ഞ ഒരാളെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് RSSന് ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ RSSന് ഞാൻ ചോദിക്കുന്ന, RSS ഉണ്ടായത് 1925-ലാണല്ലോ. RSS ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യമുണ്ട്, ഈ മഹാജനപദമുണ്ട്. ആ രാജ്യം RSS ഉണ്ടാകുന്നതിന് മുമ്പ്, RSSൻ്റെ വലിയ നേതാക്കളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് ഈ രാജ്യം, ഈ മഹാജനപദം, അന്നത്തെ വലിയ സാമ്രാജ്യം ഭരിച്ച ആളുകളാണ് മുഗൾ രാജവംശം. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ 700 കൊല്ലം ഭരിച്ചു ഹർഷാവർ. അതായത് ബാബർ 1483 മുതൽ 1530 വരെ, ഹുമയൂൺ 1508 തൊട്ട് 1556 വരെ, അക്ബർ 1556 തൊട്ട് 1605 വരെ, ജഹാംഗീർ 1605 തൊട്ട് 1627 വരെ, ഷാജഹാൻ 1628 തൊട്ട് 1658 വരെ, ഔറംഗസേബ് 1658 തൊട്ട് 1707 വരെ. 700 കൊല്ലം ഭരിച്ച ആളെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്ന് മാത്രമാണോ, നമ്മുടെ മഹാഭാരതവും രാമായണവും ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് മറ്റൊരു ഭാഷയിലേക്ക് എത്തിച്ചത് ആരാണ്? അക്ബറാണ്. RSSകാരല്ല. ഇതാ മഹാഭാരതവും രാമായണവും ഞങ്ങളുടെ മഹത്തായ സാധനമാണ് കേട്ടോ, മഹത്തായ സാഹിത്യ കൃഷിയും ഞങ്ങളുടെ പുരാണങ്ങളുമാണ് കേട്ടോ എന്ന് പറയുന്നത് അക്ബറാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, പേർഷ്യൻ ഭാഷ വഴി മറ്റ് ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ വിവർത്തനത്തിന് വേണ്ടി മാത്രമായിട്ട്, സാംസ്കാരിക കൈമാറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയ ആളാണ് അക്ബറാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട. അക്ബറിനെ മഹാൻ എന്നല്ലാതെ പിന്നെന്താണ് വിളിക്കാൻ നോക്കൂ. ഇതിനു മുമ്പ് ചെങ്കിസ് ഖാൻ്റെയും തൈമൂറിൻ്റെയും സാമ്രാജ്യങ്ങൾ തൊട്ട് ഉള്ള ആ കാലത്ത് ലോകത്ത് തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ സാമ്രാജ്യമായിരുന്നു ചെങ്കിസ് ഖാൻ്റെ സാമ്രാജ്യം. അത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ ചരിത്ര
പഠനങ്ങൾക്കൊക്കെ ഇരയായിട്ടുണ്ട്. പക്ഷേ എങ്കിലും 700 അല്ല 300 വർഷത്തിലേറെ 300 വർഷം എന്ന് പറയുന്നത് ഈ മുഗൾ രാജവംശത്തിന്റെ കാലമാണ്. ഞാൻ പറയുന്നത് ചെങ്കിസ് ഖാനും തൈമൂറിദ് എംപയറും ചെങ്കിസ് ഖാന്റെ മംഗോൾ എംപയറും തമ്മിൽ കണക്ഷൻ. ഈ ബാബറിലേക്ക് വരുന്ന ഈ അച്ഛൻ വഴിയും അമ്മ വഴിയും ഇങ്ങനെയാണ് വരുന്നത്. അതായത് ബാബറിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് ആര്? തൈമൂർ. അപ്പോൾ ആ കാലത്ത് അന്നും ആ സാമ്രാജ്യത്തിന് കീഴിലാണ് ഈ പറയുന്ന മഹാജനപദം. മുഗൾ രാജാക്കന്മാർ 300 വർഷക്കാലം ഭരിച്ചു. 300 വർഷക്കാലം ഭരിച്ചിട്ട് അവസാനത്തെ ഈ പറയുന്ന മുഗൾ രാജാവ് 1837 തൊട്ട് 1857 വരെയുള്ള ബഹദൂർ ഷാ സഫർ, അദ്ദേഹത്തിന് അദ്ദേഹം എങ്ങനെയാണെന്ന് പറയാം, 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ കലാപം, ആ പ്രശ്നം, ആ സംഘർഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നപ്പോൾ ആ കലാപകാരികൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതിൻ്റെ നേതാവായിട്ട് മുന്നിൽ നിർത്തിയത് മുഗൾ രാജാവായിരുന്ന അക്കാലത്ത് ദുർബലനാണ് ആ ബഹദൂർ ഷാ സഫറിനെയായിരുന്നു. ഈ ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ വിചാരണ നടത്തിയിട്ട് പിന്നീട് വിചാരണ നടത്തിയിട്ട് അദ്ദേഹത്തെ റങ്കൂണിലേക്ക്, മ്യാൻമറിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തെ ഉണ്ടാക്കുകയും അതിൻ്റെ സംസ്കാരത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ട് നാട് വിട്ടു പോകേണ്ടി വന്ന ആളാണ് ഇവർ എന്ന കാര്യം നമ്മൾ മറക്കരുത്. RS ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ ഉണ്ടാക്കിയ മനുഷ്യരാണ് മുഗളന്മാരെന്ന കാര്യം നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ആദ്യം പറഞ്ഞതുപോലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന ചരിത്രപാഠം തിരുത്തിയിരിക്കുന്നു. ഇനിയും ഇത് തുടരും എന്ന് RSS നേതാവ് വന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരമൊരു സന്ദർഭം രാജ്യം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിലും ജനാധിപത്യത്തെ മൂല്യത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ തന്നെ തുടരുമെന്ന് RDX തൽക്കാലം കരുതുന്നുമില്ല. രാജ്യം കാത്തുസൂക്ഷിച്ച ചില അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ രാജ്യം ചരിത്രത്തെ വായിച്ച വിലയിരുത്തിയ രീതികളിൽ നിന്നുള്ള പിന്നടത്തമാണിതെന്ന് നിശ്ചയമായും RDX കരുതുന്നു. വസ്തുതകളുടെ തിരസ്കാരവും ചരിത്രങ്ങളുടെ പ്രതീതി നിർമ്മാണവും അത്ര എളുപ്പം ഇവിടെ സാധ്യമല്ല. കാരണം അധീശത്വ ആഖ്യാനങ്ങളെ തകർത്തെറിഞ്ഞ ഭൂതകാലം കൂടിയാണ് ഇന്ത്യയുടേത്. ചരിത്ര പുസ്തകത്തിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുന്ന ഏടുകൾക്ക് സ്വയം പ്രതിരോധ ശേഷി കൈവരും. ചരിത്രം നിരന്തരം നേര് പറഞ്ഞുകൊണ്ടേയിരിക്കും.